സെക്രട്ടേറിയറ്റ് നടക്കുന്ന LPSTയുടെ ലിസ്റ്റിൽപ്പെട്ടവരില്ലേ? എന്തൊരു പ്രയാസകരമായ കാഴ്ചയാണ്. മണ്ണ് തിന്നുന്ന വീഡിയോ കാണുക നമ്മളില്ലേ? LPST ലിസ്റ്റിൽപ്പെട്ടവർ നിയമനം കൊടുക്കാൻ താല്പര്യമില്ല, എന്നിട്ട് PSCക്കെതിരെയുള്ള പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേർക്ക് നിയമനം കൊടുത്ത് മികച്ച ഒരു PSCയായി, ഏറ്റവും കാര്യപ്രാപ്തിയോടുകൂടി പ്രവർത്തിക്കുന്ന PSCയായി കേരളത്തിലെ PSC ഉണ്ട് എന്ന് UPSC പറഞ്ഞത്. 60% നിയമനം നടക്കുന്നത് കേരളത്തിലാണ് എന്നും ആ PSCയെ പോലും ആക്ഷേപിക്കാനും ഇല്ലാതാക്കാനും ശ്രമിക്കുന്നു എന്നതിന്റെ അപ്പുറത്തേക്ക് പുതിയ തസ്തികകൾ സൃഷ്ടിക്കാനോ യുവജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കാനോ ഒരു സമീപനവും ഒരു നിലപാടും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അതിനുള്ള ഒരു സൂചനയും ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വരുന്നില്ല. ഇവര് തുടക്കമാണോ മധുവിധ കാലമാണോ എന്നൊക്കെയാ പറയുന്നത്. പക്ഷെ ആ കാലത്ത് തന്നെ ഈ കേരളത്തെ നശിപ്പിക്കാൻ ആവശ്യമായ നിലപാടുമായി നടപടികളുമായിട്ടാണ് ഇവര് മുന്നോട്ടു പോകുന്നത്. അതിനെതിരെയെല്ലാം ഏറ്റവും സജീവമായി DYFI സമരരംഗത്തുണ്ടാകും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ഇവിടെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ സമരം നടന്നുകൊണ്ടിരിക്കുക. രാജ്യത്തുടനീളം കാവ്യവൽക്കരണത്തിന് ആക്കം കൂട്ടുന്ന സമയത്ത് സയന്റിഫിക് ടെമ്പർ വർദ്ധിപ്പിക്കണം രാജ്യം ഭരിക്കുന്നവർ എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ നമ്മുടെ രാജ്യത്ത് അനുരാഗ് ഠാക്കൂറിനെ പോലെയുള്ള മന്ത്രിമാർ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ചിന്തകളെ പുറകോട്ട് വലിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികളോട് അനുരാഗ് ഠാക്കൂർ ചോദിച്ചത് ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആര് എന്ന് ചോദിച്ചില്ലേ? ഓർമ്മയില്ലേ? ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആര് എന്ന ചോദ്യത്തിന് അനുരാഗ് ഠാക്കൂർ ചോദിച്ചപ്പോ കുട്ടികൾ എന്താ ഉത്തരം പറഞ്ഞത്? യൂറി ഗഗാറിൻ അല്ലേ? പറഞ്ഞില്ലേ? USSRലെ. ഇന്നിപ്പോ ബഹിരാകാശ സഞ്ചാരിയെക്കുറിച്ചുള്ള വാർത്തയുണ്ട്, ഇന്നലെയും ഇന്നുമൊക്കെയായി. ആരാ? ഇന്നൊരു വാർത്തയുണ്ട്, ഇന്നലെയും ഇന്നുമൊക്കെയായി, അനിൽ മേനോനെ കുറിച്ച്. നമ്മുടെ പാലക്കാട് കേരളീയ ഒരു മലയാളി ആദ്യമായി ഈ ബഹിരാകാശത്ത് എത്തുന്നു എന്ന് നാസയുടെ ഒരു ശാസ്ത്രജ്ഞൻ എത്തുന്നു എന്നുള്ള വാർത്തയുണ്ട്. എന്നാൽ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ അവര് പറയുന്നു ആദ്യ ബഹിരാകാശ സഞ്ചാരി ആരല്ല, യൂറി ഗഗാറിനൊന്നുമല്ല, ആരാണ്? ഹനുമാനാണ്. ഓർമ്മയില്ലേ? വിമാനത്തിന്റെ ഒറിജിൻ എന്താണ്? പുഷ്പക വിമാനാണ്. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഇപ്പൊ പണ്ടത്തെ പോലെയൊന്നല്ല. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾ പറഞ്ഞു, മാമ എന്തല്ല പുഷ്പക വിമാനല്ല, നമ്മുടെ ലുട്ടാപ്പിന്റെ കുന്താണെന്ന്. BJP ഈ സയന്റിഫിക് ടെമ്പർ ഉയർത്തുന്നതിന് പകരം ഈ രാജ്യത്ത് അന്ധവിശ്വാസങ്ങളും മിത്തുകളും എല്ലാം ഉയർത്തിപ്പിടിച്ച് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയെ, പുരോഗമന സ്വഭാവത്തെ, ചിന്തകളെ എല്ലാം പുറകോട്ട് വലിക്കുമ്പോൾ ശാസ്ത്രബോധത്തിലൂന്നിയ ഒരു തലമുറയെ വാർത്തെടുക്കേണ്ടതുണ്ട്. ശാസ്ത്രചിന്തക്ക് പ്രാമുഖ്യം കൊടുക്കേണ്ടതുണ്ട്. DYFI അതിനുതകുന്ന പ്രവർത്തനങ്ങൾക്ക് കൂടി രാജ്യത്താകമാനം നേതൃത്വം കൊടുക്കുന്നുണ്ട്. പുരോഗമന ചിന്തയും ശാസ്ത്രചിന്തയും യുക്തിബോധവുമെല്ലാം യുവതലമുറയിൽ വളർത്തിയെടുക്കുന്നതിനാവശ്യമായ ഇടപെടലുകൾക്ക് DYFI നേതൃത്വം കൊടുക്കുന്നു. രാജ്യത്ത് സമര യുവജന സംഘടന എന്നുള്ള നിലക്ക് വലിയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതോടൊപ്പം നമ്മുടെ നാട്ടിൽ ഏത് അപകടമുണ്ടായാലും പ്രതിസന്ധിയുണ്ടായാലും ആ പ്രതിസന്ധിയെല്ലാം നാടിനെ ചേർത്തു നിർത്തുന്ന നടപടിയുമായി മുന്നോട്ടു പോകുന്ന ഒരു സംഘടനയാണ് DYFI. സാധാരണ നമ്മുടെ നാട്ടിൽ DYFIയെ കുറിച്ച് ചോദിക്കുമ്പോൾ ഒരു സമര സംഘടന, പോലീസുമായി ഏറ്റുമുട്ടുന്ന സംഘടന, അനീതി കണ്ടാൽ സന്ധിയില്ലാത്ത പോരാട്ടം നടത്തുന്ന സംഘടന, അങ്ങനെ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കും ഇല്ലേ? എന്നാൽ ഇന്ന് ദുരന്തമുണ്ടായാൽ നമ്മുടെ നാട്ടിലെ പോലീസ് സംവിധാനത്തോട്, സുരക്ഷാ സംവിധാനത്തോടെല്ലാം ചേർന്ന് നിന്നുകൊണ്ട് രക്ഷാദൌത്യം ഏറ്റെടുക്കുന്ന സംഘടന DYFI എന്ന് പറയും. ഇപ്പോ അടുത്ത് വയനാട് മേപ്പാടി പരിസരത്ത് തുരങ്കപാത നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് മാറ്റിവെച്ച മണ്ണ്
ഇടിഞ്ഞു വീണ് മനുഷ്യർ മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി. അവിടെയും രക്ഷാപ്രവർത്തനവുമായി ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡുണ്ട്. അതിനു മുൻപ് ചൂരൽമലയിലും മുണ്ടക്കയിലും സമാനതകളില്ലാത്ത മലവെള്ളപ്പാച്ചിലുണ്ടായപ്പോ രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും സജീവമായി ഇടപെട്ട സംഘടനയാണ് കേരളത്തിലെ ഡിവൈഎഫ്ഐ. ആ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന അതേ സമയത്ത് തുടക്കത്തിൽ നമ്മൾ പ്രഖ്യാപിച്ചതാണ് 25ൽ കുറയാത്ത വീട് ഈ കേരളത്തിലുള്ള ഡിവൈഎഫ്ഐ പ്രവർത്തകർ അവരുടെ അധ്വാനത്തിലൂടെ സമാഹരിക്കും എന്ന്. അങ്ങനെ പ്രഖ്യാപിച്ച് അധ്വാനത്തിലൂടെ 25 വീടിനുള്ള പണം കണ്ടെത്തുമെന്ന് പറഞ്ഞ് ഇറങ്ങി പ്രവർത്തിച്ച ഈ സമൂഹത്തിൽ കല്ല് ചുമന്ന് ആക്രി പെറുക്കി വിൽപ്പന നടത്തി, തേങ്ങ പറിച്ച് വിൽപ്പന നടത്തി, മത്സ്യ വിൽപ്പന നടത്തി പണം സമാഹരിച്ചു കേരളത്തിലെ ഡിവൈഎഫ്ഐ. അത് 25 വീടിനല്ല 100 വീടിനുള്ള 20 കോടി രൂപയാണ് കേരളത്തിലെ ഡിവൈഎഫ്ഐ സമാഹരിച്ചത്. അങ്ങനെ സമാഹരിച്ച ഡിവൈഎഫ്ഐ ഒരു വശത്ത് നിൽക്കുക. അന്ന് ഞങ്ങളോട് മത്സരിച്ച് മറ്റൊരു സംഘടന യൂത്ത് കോൺഗ്രസ്. നമ്മളെല്ലാ സംഘടനയും പ്രവർത്തിക്കണം, ഒരുമിച്ച് നിൽക്കട്ടെ, ഇങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ എല്ലാവരും ഇറങ്ങി പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. ആ സംഘടന ഞങ്ങൾ 25 പറഞ്ഞപ്പോ ഞങ്ങളോട് മത്സരിച്ചു. പത്രസമ്മേളനത്തിൽ മത്സരിക്കുന്നവരായി വരും, പ്രവൃത്തിയിൽ കാണാറില്ല. പത്രസമ്മേളനങ്ങളിൽ വലിയ മത്സരമാണ്. ഈ പത്രക്കാര് നമ്മെ കാണിക്കുന്നതിനേക്കാൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ പറയുന്നതിനേക്കാൾ അവർക്ക് വലിയ പ്രാധാന്യവും കൊടുക്കും. ആവട്ടെ, അവര് പറഞ്ഞു ഞങ്ങൾ 30 വീട് കൊടുക്കുമെന്ന്. പവനായി ശവമായി ഇപ്പൊ വീട് എവിടെ ഇല്ലേ? അപ്പൊ ഇവര് പറഞ്ഞു ആദ്യം കോൺഗ്രസ് ഒന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ കോൺഗ്രസ് 100 വീട് പറഞ്ഞു, ഇവര് 100 വീട് 30 വീട് പറഞ്ഞു, പിന്നെ MP സാക്ഷാൽ രാഹുൽ ഗാന്ധി വീട് പറഞ്ഞു. ഏതായാലും ദിവസങ്ങൾ കുറെ കഴിഞ്ഞുപോയി. ഡിവൈഎഫ്ഐ 25 വീട് പറഞ്ഞിട്ട് 20 ലക്ഷം വെച്ച് 100 വീടിനുള്ള പണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ടൌൺഷിപ്പ് പദ്ധതിയിലേക്ക് കൈമാറി അഭിമാനത്തോടു കൂടിയാണ് ഈ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്യുന്നത്. എന്നാൽ കേരളത്തിലെ യൂത്ത് കോൺഗ്രസുകാര് ഇപ്പോഴും പത്രക്കാരെ കണ്ടാൽ, തെരഞ്ഞെടുപ്പിന് മുമ്പൊക്കെ ആണെങ്കിൽ ആവർത്തിച്ചാവർത്തിച്ച് എവിടെ ഡിവൈഎഫ്ഐയുടെ പണം, എവിടെ ഡിവൈഎഫ്ഐയുടെ പണം, ആ പണം CSR ഫണ്ടാണോ, ആ പണം മറ്റെന്തെങ്കിലും പണമാണോ അല്ലേ നമ്മളെ ആക്ഷേപിക്കുക. ഇത്രയൊക്കെ വളരെ വ്യക്തതയോടുകൂടി ഏത് വിവരാകാശ രേഖകൾക്കും ബോധ്യപ്പെടുന്ന തരത്തിൽ സുതാര്യമായി ഈ സമൂഹത്തിൽ നിന്ന് അധ്വാനത്തിലൂടെ പണം കണ്ടെത്തിയ ഡിവൈഎഫ്ഐ ഒരു ഭാഗത്തുണ്ട്. മറുഭാഗത്ത് ഈ നാട്ടിലെ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച് ആ പണവും പല വഴിക്ക് പോയ യൂത്ത് കോൺഗ്രസും ഒക്കെയുണ്ട്. എന്നാലും കേരളത്തിലെ മാധ്യമങ്ങൾ ഞങ്ങളോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അതാവട്ടെ, ഞങ്ങൾ അവിടെ മാത്രമല്ല, കേരളത്തിലുടനീളം രക്തം ദാനം ചെയ്യുന്നതിന് ഇപ്പൊ ഇവിടെ ഈ സമ്മേളനം നടക്കുമ്പോ നമ്മുടെ അജണ്ടകളിൽ, ചർച്ചകളിൽ ഒരു ഭാഗം മെഡിക്കൽ കോളേജുകളിൽ, ബ്ലഡ് ബാങ്കുകളിൽ രക്തം നിറക്കുന്നതിൽ ഏതെങ്കിലും കമ്മിറ്റികൾക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നുള്ളതായിരിക്കും അല്ലേ? നമ്മൾ നിശ്ചയിച്ച എണ്ണത്തിൽ ഒരു ആളെങ്കിലും, ഒരു സഖാവെങ്കിലും കുറഞ്ഞു പോയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ വിമർശനത്തോടുകൂടി ചർച്ച ചെയ്യും. കേരളത്തിൽ മറ്റേത് സംഘടനയുണ്ട് അങ്ങനെ ചർച്ച ചെയ്യുന്നത്? ഞങ്ങളിത് ഏതെങ്കിലും തെരഞ്ഞെടുപ്പിന് വോട്ട് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച് ചെയ്യുന്നവരല്ല. എവിടെയെങ്കിലും ഞങ്ങളുടെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതല്ല. വോളണ്ടറിയായി കേരളത്തിൽ രക്തം ദാനം ചെയ്യുന്ന സംഘടനയാണ് ഡിവൈഎഫ്ഐ. വിവിധ സംഘടനകൾ അവാർഡുകൾ കൊടുക്കാറുണ്ട്, അവാർഡിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ല ഡിവൈഎഫ്ഐ. എന്നാലും അവാർഡുകൾ കൊടുക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ രക്തം ദാനം ചെയ്യുന്നതിന് കേരളത്തിൽ ഇന്ന് പ്രഖ്യാപിക്കുന്ന അവാർഡുകൾ ഏതായാലും ആ അവാർഡിന് ഒറ്റ പേരേ അർഹതയുള്ളൂ, അത് ഡിവൈഎഫ്ഐ ആണ് എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. ഞാനിതിവിടെ പറയുന്നത് മറ്റൊന്നുകൊണ്ടാണ്. നമ്മുടെ മറ്റൊരു പരിപാടിയുണ്ട്, നമ്മുടെ ഒരു പ്രസ്റ്റീജിയസ് പ്രോഗ്രാം ഹൃദയപൂർവം. ഏത് പേമാരി ഉണ്ടായാലും, ഏത് പ്രതിസന്ധി ഉണ്ടായാലും മുടക്കം വരുത്തരുതേ എന്ന് നമ്മുടെ സഖാക്കളോട് അഭ്യർത്ഥിച്ച് നമ്മുടെ സഖാക്കളെല്ലാം വീട് വീടാന്തരം കയറിയിറങ്ങി ഏത് പ്രതിസന്ധിയുണ്ടെങ്കിലും ആ ഉച്ചഭക്ഷണം നമ്മുടെ ജില്ലാ ആശുപത്രികളിൽ കൊണ്ടുകൊടുക്കുന്നത് മുടക്കം വരുത്താതെ ചെയ്യണം എന്ന കാർക്കശ്യത്തോടുകൂടി ഇടപെടുന്ന ഡിവൈഎഫ്ഐ സഖാക്കൾ.
നമുക്കറിയാം 2020 തൃശൂരിലെ കുന്നംകുളത്തെ ചൊവ്വന്നൂർ മേഖലാ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന PU സനൂപ്, അദ്ദേഹത്തെ സംഘപരിവാറുകാര് കൊല ചെയ്യുകയാണ്, ക്രൂരമായി കൊല ചെയ്യുകയാണ് സംഘപരിവാറുകാർ. PU സനൂപ് കൊല ചെയ്യപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ആ ചൊവ്വന്നൂർ മേഖലയിൽ അവിടുത്തെ മേഖലാ ജോയിന്റ് സെക്രട്ടറിയായ സനൂപിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടതാണ്. സനൂപ് വീടാന്തരം കയറിയിറങ്ങുന്ന തിരക്കിലായിരുന്നു. തന്റെ സഖാക്കളോടൊപ്പം തൊട്ടുപിറ്റേ ദിവസം തൃശൂർ മെഡിക്കൽ കോളേജിൽ 4500 പൊതിച്ചോറുകൾ എത്തിക്കണം ഒരു മേഖലയിൽ നിന്നും. അതിനുവേണ്ടിയുള്ള ഓട്ടത്തിലായിരുന്നു ഞങ്ങളുടെ പ്രിയ സഖാവ് PU സനൂപ്. ആ PU സനൂപിനെ സംഘപരിവാറുകാര് കൊല ചെയ്തു. എന്നിട്ടും ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ആ സനൂപിന്റെ മൃതദേഹം അവിടെ സാക്ഷിയായി നിൽക്കുന്ന സമയത്ത് പോലും ഒരടി പോലും പുറകോട്ട് പോകാതെ, ഒരു പൊതിച്ചോറ് പോലും കുറയാതെ ആ തൃശൂർ മെഡിക്കൽ കോളേജിൽ 4500 പൊതിച്ചോറ് കൊടുത്ത DYFI സംഘടനയാണ് ഇന്ന് കേരളത്തിലുള്ളത് എന്ന് ഈ സമൂഹത്തോട് ഞങ്ങൾക്ക് പറഞ്ഞു വെക്കാൻ സാധിക്കും. ഞങ്ങളെ കൊല ചെയ്തിട്ട് പോലും, ഞങ്ങളുടെ സഖാക്കളെ ഇല്ലാതാക്കിയിട്ട് പോലും ആ ദിവസം പോലും ഞങ്ങൾ പൊതിച്ചോറ് മുടക്കിയിട്ടില്ല. മിസ്റ്റർ സുധാകര, ഞങ്ങൾ മുടക്കിയിട്ടില്ല. നിങ്ങൾ പല കവിതകളും എഴുതിയിട്ടുണ്ടാകും. നിങ്ങളുടെ പൂച്ചയെയും നിങ്ങളുടെ പട്ടിയെയും ഒക്കെ വായിച്ചവരും പിന്തുണച്ചവരും ഒക്കെയുണ്ട് ഇവിടെ പലരും. അതിൽ എല്ലാം നിങ്ങളോടുള്ള സ്നേഹമാണ് എന്ന് കരുതരുത്. ഞങ്ങളുടെ പ്രിയ സഖാവ് ഭുവനേശ്വരനോടുള്ള അതിയായ സ്നേഹവും ബഹുമാനവും. ഞങ്ങളെല്ലാം രക്തസാക്ഷികളെ ബഹുമാനിക്കുന്നവരാണ്. രക്തസാക്ഷികളെ ബഹുമാനിക്കുകയും അവർക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുകയും അവർ പിടിച്ച കൊടി ഉറക്കെ ഈ വാനിൽ ഉയരെ പാറിക്കുന്നതിനാവശ്യമായ ഇടപെടലുകൾ നടത്തുകയും അതിനുവേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നവരാണ് ഞങ്ങൾ DYFIക്കാർ. ആ DYFIക്കാരെ നിങ്ങൾ അപമാനിക്കരുത്, നിങ്ങൾ ആക്ഷേപിക്കരുത്. നിങ്ങൾ ഞങ്ങളുടെ പൊതിച്ചോറിനെ, ഈ DYFI ഹൃദയപൂർവ്വം പദ്ധതിയെ നേരത്തെ വലിയ പിന്തുണ തന്ന ആളാണ്. അന്ന് നിങ്ങൾ മാനവികതയുടെ പക്ഷത്തായിരുന്നു, തെളിമയുള്ള രാഷ്ട്രീയം പറയാറുണ്ടായിരുന്നു. നിങ്ങൾ അധികാര കൊതിമൂത്ത് വല്ലാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ ചെന്ന് ഇറങ്ങി. ആ ചെളിക്കൊണ്ടിലിറങ്ങിയിട്ട് ആ ചെളിയാകെ ദേഹത്ത് നിങ്ങൾ വാരിത്തേച്ച് എന്നിട്ടിങ്ങനെ നിൽക്കുമ്പോ നിങ്ങൾക്ക് പലതും തോന്നും. നിങ്ങളോട് ഞങ്ങൾക്ക് സഹതാപം മാത്രം. നിങ്ങൾ ഇന്ന് എത്തിച്ചേർന്ന ജീർണതയുടെ ഒരു രൂപവും ഒരു പ്രതിരൂപവും ഒക്കെയാണ് നിങ്ങൾ. ആ ജീർണതയിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഞങ്ങൾ നിങ്ങളെ ഗൗനിക്കുന്നില്ല. ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനം തുടരും. ഹൃദയപൂർവ്വം മാത്രമല്ല, ഞങ്ങളുടെ യൂത്ത് ബ്രിഗേഡ് തുടരും, ഞങ്ങളുടെ രക്തദാനം തുടരും. ഞങ്ങളുടെ ഇടപെടലുകൾ ഈ സമൂഹത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഈ സമൂഹത്തെ ചേർത്തു നിർത്തുന്ന പ്രവർത്തനങ്ങൾക്ക് DYFI തുടർച്ചയുണ്ടാക്കും എന്നുള്ളതിനുള്ള പ്രഖ്യാപനം തന്നെയാണ് ഈ സമ്മേളനത്തിലും നടക്കാൻ പോകുന്നത്. വിട്ടുവീഴ്ചയില്ലാത്ത സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതോടൊപ്പം ഈ നാടിന്റെ പ്രതിസന്ധിയിൽ ഈ നാടിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് DYFI മുന്നോട്ട് പോകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. ലാൽ സലാം.